വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മൾ ചക്കക്കുരുവും ചീരയും മാങ്ങായും കൊണ്ട് ഒരു അവിയൽ. ഇത് നമ്മൾ സിന്ധുവിൻ്റെ അടുക്കളയിലാണ് അവിയൽ. ഞാൻ ഇന്നലെ കോഴിക്കോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ സിന്ധുവിൻ്റെ അടുക്കളയിൽ സിന്ധുവാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൽ ഒരു 10-25 ചക്കക്കുരു ഉണ്ടായിരുന്നു. ഒരു കഷ്ണം വെള്ളരിക്ക ഇട്ടു, ഒരു പടവലങ്ങ ഒരു വഴുതനങ്ങ ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് ചീരയുടെ തണ്ടുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ. പച്ചമുളകും ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു ചേമ്പിൻ്റെ താള്, ഒരു താള് അതുകൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ ഈ അവിയലിനകത്തേക്ക് ചീരത്തണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ചീരത്തണ്ട് കൂടെ ചേർത്ത് കൊടുത്തു. ചീര ഇല വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഞാൻ ഇത് വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. ഒരല്പം വെള്ളം ഒഴിക്കും. ജനറലി നമ്മൾ കുക്കറിൽ അവിയൽ വെക്കുമ്പം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒരല്പം ചക്കക്കുരു ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരല്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ അവിയൽ വെക്കുമ്പോൾ നമ്മൾ ചേർക്കാറുള്ളത് പുളി അല്ലെങ്കിൽ തൈരാണ്. ഇന്ന് ഞാൻ ഈ അവിയലിൽ ഒരു മാങ്ങയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുളിക്ക് വേണ്ടി. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് മാങ്ങ ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് അടുപ്പയിലേക്ക് വെക്കട്ടെ. നമ്മുടെ അവിയൽ നന്നായിട്ട് വെന്തു. അതിൽ ആക്ച്വലി നമ്മൾ 2 വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതെടുത്ത് കഴിഞ്ഞിട്ട് മാങ്ങ അരിഞ്ഞു വെച്ചത് ചേർത്ത് ഒന്നുകൂടി എടുക്കുകയാണ് ചെയ്യുന്നത്. അധികം വെള്ളമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തതേ ഉള്ളായിരുന്നു. ബാക്കി ഒക്കെ പച്ചക്കറിയിലുള്ള വെള്ളം തന്നെ ഉണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കൂടെ നമ്മളൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മുറി തേങ്ങ, ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി അതാണ് ചേർത്തേക്കുന്നത്. കാരണം കഷ്ണങ്ങളൊന്നും അധികം ഇല്ലാത്തത് കാരണവും ഉള്ള കഷ്ണം നന്നായിട്ട് വെന്ത് ഉടയുന്നതായതുകൊണ്ടുമാണ് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു കാര്യം എപ്പോഴും ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, മാങ്ങ ലാസ്റ്റിലേക്ക് ചേർക്കാവൂ. കാരണം മാങ്ങയ്ക്ക് വേവ് വളരെ കുറവാണ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അവിയലാണ്. കാരണം നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത് തന്നെ ചീരത്തണ്ടും ചേമ്പും താളും, പിന്നെ വീട്ടിൽ ചക്കക്കുരു ഉണ്ട്, ചക്കക്കുരു. പിന്നെ ഇതിൽ ഞാൻ പുറത്തുനിന്ന് ചേർത്തിട്ടുള്ളത് ഒരിത്തിരി വെള്ളരിക്കായും ഒരു വഴുതനങ്ങായുമാണ്. അപ്പോൾ ഇതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഒത്തിരി കാലമായിട്ട് ഇന്ന് നാടൻ അവിയൽ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് സിന്ധുവിൻ്റെ വക പ്രിപ്പറേഷൻ നാടൻ അവിയലാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോഴേ കൊതി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കൊതി വരുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. വിഷാംശമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനം കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും ഒരു ഐറ്റവുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.